Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ഡോൾ ഉണ്ടാക്കിയെടുക്കണം. പേപ്പർ ഉപയോഗിച്ച് ചിക്കനിലൊരു പാവ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കിട്ടലിനൊരു ടോയ് ഒന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ കിട്ടുമല്ലോ വാ. അപ്പോൾ നമ്മൾ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു PVC പൈപ്പ് എടുക്കുക. PVC പൈപ്പിൽ നമുക്ക് വലിയ കുപ്പികളുടെ മൂടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ PVC പൈപ്പാണ് എടുത്തുള്ളത്. ഈ PVC പൈപ്പിൽ ജസ്റ്റ് ഈ ഒരു അകലം കണ്ടിട്ടേ നമുക്ക് ഇതേപോലെ എക്സോബ്ലേറ്റ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കട്ട് ചെയ്തെന്ന് നോക്കിയാൽ ഇതുപോലത്തെ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നോക്കി ഇതുപോലെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്താലും മതി കേട്ടോ. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത PVC പൈപ്പ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിറ്റ് വരച്ചെടുക്കട്ടെ. അപ്പോൾ ചിറ്റ് വരച്ചെങ്കിൽ നോക്കി ഇതുപോലെ ഇത് കിട്ടും. അതിൻ്റെ അടിയിൽ വെച്ചിട്ടും വീണ്ടും വരച്ചെടുക്കണം കേട്ടോ. അപ്പം രണ്ട് ഭാഗം വരച്ചെടുക്കാൻ നോക്കിയാൽ ഇതുപോലെയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചിത്രം വരച്ചെടുക്കണ്ട. നമ്മളൊരു പാവയുടെ ചിത്രമാണ് വരച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ, എനിക്ക് അറിയണ പോലത്തെ ചിത്രങ്ങളായിട്ട് ഞാൻ വരച്ചുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുത്തപ്പോൾ നോക്കിയാൽ അവസാനം നോക്കി ഇതേപോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതുമേ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ റോസ് കളർ എടുത്തിട്ട് നോക്കിയാൽ ഈ സൈഡിലും അതുപോലെ തന്നെ ഈ റൗണ്ടിലൊക്കെ നമ്മൾ കൊടുത്ത് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലൊക്കെ പച്ച കളർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പച്ച കളർ നമ്മൾ അതിൻ്റെ ചെവിക്കൊക്കെ നീല കളർ, അതേപോലെ അതിൻ്റെ ബോർഡറൊക്കെ ബ്ലാക്കൊക്കെ വെച്ചിട്ട് നമ്മളിത് ഇതേപോലെ നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്രങ്ങ ഉപയോഗിച്ചിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതുപോലെയായിട്ട് കിട്ടും കേട്ടോ. നോക്കിയാൽ കണ്ട അത് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത PVC പൈപ്പിൻ്റെ ഈ എൻ്റെ വശത്തില്ല, അത് ഈ ഒരു വശത്ത് നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല മാതിരി ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചിത്രത്തിൻ്റെ അടിവശമല്ലേ അത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ട്യൂപ്പിക്ക് എടുക്കണ്ട. നമുക്ക് ഇതേപോലത്തെ ഒരു ട്യൂപ്പിക്ക് എടുത്തതിന് ശേഷം അതിന് ജസ്റ്റ് ഒരു അകലം കണ്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് എങ്ങനെ നോക്കിയാൽ ഇതുപോലത്തെ ചെറിയ പീസായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളുടെ PVC പൈപ്പിൻ്റെ മുകൾ വശത്ത് ഇതേപോലെ ഫെവിക്വിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ട്യൂപ്പിക്കിൻ്റെ പീസിൽ അത് ഇതേപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂപ്പിക്കുമ്പോൾ ഇതേപോലെ ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി നിൽക്കുന്ന മുകളിലത്തെ ആ ഒരു പേപ്പർ പീസിൽ അത് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല മാതിരി പ്രസ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. അത് ഇട്ട് വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ PVCയുടെ അടിവശത്ത് ഇതേപോലെ ഫെവിക്വിക്കിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഗോലിയില്ലേ ആ ഗോലി അങ്ങ് എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ആ ഗോലിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോയുടെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ടോയുടെ ഫുൾ വർക്ക് ഇതേ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു സിമ്പിൾ ടോയ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതെങ്ങനെ കളിക്കുന്നത് കാണണ്ടേ. അപ്പം നേരെ കളിക്കൂട്ടല്ലോ. അതിനായിട്ട് നമ്മളുണ്ടാക്കിയ ടോയിൽ ഇതേപോലെ തറയിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു വശം ഇതേപോലെ അങ്ങ് വെച്ചിട്ട് അടി വരെ ഇങ്ങനെ മുട്ടിച്ച് വെച്ച് വിട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ അടിപൊളിയായിട്ട് നോക്കിയാൽ ആടിനായിട്ട് കാണാൻ പറ്റും കേട്ടോ. നോക്കിയാൽ മെല്ലെ തട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെ തിരിച്ചാലും ഇത് നേരെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു കിടലൊരു ടോയ് ആണ് കേട്ടത്. അപ്പോൾ കിടലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്താ വേറൊരു ഇതേപോലത്തെ ടോയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മൾ ആ ഒരു ടോയും തട്ടുമ്പോൾ നോക്കിയാൽ അടി വരെ മുട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ അടിപൊളിയായിട്ട് നോക്കിയാൽ നമ്മൾ ടോയ് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ.
അപ്പോൾ സെക്കൻഡ് നമ്മൾ ടോയ് അപ്പോൾ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ ടോയ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പൈപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കൊരു കുപ്പിയുടെ മൂടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, ചെറിയതായാലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കിടലൊരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ ജസ്റ്റ് ഞാനത്തെ പുതിയ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.